ഇന്ത്യൻ വിപണിക്കായി സബ് 4 മീറ്റർ SUV അവതരിപ്പിക്കുമെന്ന് ജപ്പാനീസ് നിർമ്മാതാക്കളായ ഹോണ്ട വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വാഹനം സംബന്ധിച്ച ഏതാനും വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു. സാധാരണ ഹോണ്ട കാറുകളുടെ പേരുകൾ CR-V, BR-V, WR-V എന്നിങ്ങനെയാണ് നമ്മൾ കണ്ടു പരിചയമുള്ളത്. ഇത് കണക്കിലെടുത്ത് ഹോണ്ടയുടെ ഈ പുതിയ വാഹനത്തിന്റെ പേര് SR-V എന്നായിരിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ ഓട്ടോ ബ്ലോഗാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ശ്രേണിയിൽ ഇന്ത്യൻ വിപണിയിൽ മികച്ച മത്സരമാണ് നടക്കുന്നത്. നിസാനും ഈ ശ്രേണിയിലേക്ക് മാഗ്നൈറ്റ് എന്നൊരു മോഡലിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം തന്നെ മാഗ്നൈറ്റ് വിപണിയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. സബ് 4 മീറ്റർ SUV വിഭാഗത്തിൽ WR-V ഉണ്ടായിരുന്നെങ്കിലും ക്രോസ് ഓവർ പതിപ്പായ ഇത് പൂർണ്ണ കോമ്പാക്ട് SUV അല്ല. ഇന്ത്യൻ വിപണിക്ക് പുറമെ അന്താരാഷ്ട്ര വിപണികളിലും ഈ വാഹനം വിൽപ്പനയ്ക്കെത്തും. ഹോണ്ടയിൽ നിന്നുള്ള അമേസ് മോഡലിന്റെ അതേ പ്ലാറ്റ്ഫോമിലാകും ഈ വാഹനവും എത്തുക. ആർക്കിടെക്ചർ ഭാരം കുറഞ്ഞതും വ്യത്യസ്ത ബോഡി ശൈലിയിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പര്യാപ്തവുമാണ് ഈ പ്ലാറ്റ്ഫോം. ക്രോം ആവരണത്തോടു കൂടിയുള്ള ഗ്രിൽ, LED ഹെഡ്ലാമ്പുകൾ എന്നിവയൊക്കെ വാഹനത്തിന്റെ സവിശേഷതകളാകും. വിദേശത്ത് ലഭ്യമായ ഏറ്റവും പുതിയ തലമുറ ജാസുമായി ഇതിന് ചില ഡിസൈൻ സൂചനകൾ പങ്കിടാനും സാധ്യതയുണ്ട്. ഇലക്ട്രിക് സൺറൂഫ്, ക്രൂയിസ് കൺട്രോൾ, വയർലെസ് ചാർജർ, വലിയ ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നീ ഫീച്ചറുകളെല്ലാം വാഹനത്തിൽ ഇടം പിടിച്ചേക്കും. എഞ്ചിൻ വിവരങ്ങളോ വില സംബന്ധിച്ച സൂചനകൾ ഒന്നും തന്നെ ലഭ്യമല്ല. എന്നാൽ നിസാൻ ബ്രാൻഡിൽ നിന്നും എത്തുന്ന പുതിയ സബ് 4 മീറ്റർ SUVയുടെ ഏകദേശ വില കമ്പനി അടുത്തിടെ വെളിപ്പെടുത്തി. 5.25 ലക്ഷം രൂപയ്ക്കുള്ളിൽ മാഗ്നൈറ്റിന്റെ വില പിടിച്ചു നിർത്താനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ഈ വിലയിൽ വാഹന വിപണിയിലെത്തിയാൽ ഈ ശ്രേണിയിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലായി മാറും മാഗ്നൈറ്റ്. ഈ ശ്രേണിയിൽ നേരത്തെ കിക്സിനെ കമ്പനി അവതരിപ്പിച്ചെങ്കിലും കാര്യമായ വിൽപ്പന വാഹനത്തിന് ലഭിക്കുന്നില്ല എന്നത് മനസ്സിലാക്കിയാണ് പുതിയ വാഹനത്തെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്.